വാശിയേറിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശക്തിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും. കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനം ശക്തമായ തിരിച്ചുവരവ് നടത്തിയ രാഷ്ട്രീയ സാഹചര്യം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ്. വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ തങ്ങളുടെ സീറ്റ് നില ഉയർത്തുക എന്ന ലക്ഷ്യം കൂടി കോൺഗ്രസിന് മുന്നിലുണ്ട്. അതുകൊണ്ട് പലയിടത്തും അധിക സീറ്റ് എന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തുണ്ട്. എന്നാൽ ഇതേ ആവശ്യം ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളിൽ നിന്നും ഉയരുമ്പോൾ ഇന്ത്യ മുന്നണി പ്രതിസന്ധിയിലാവും. ഇതേ സാഹചര്യത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കെ ജാർഖണ്ഡിൽ സീറ്റ് വിഭജന ചർച്ചകൾ സജീവമാകുന്നത്. ഇന്ത്യ മുന്നണി ഔദ്യോഗികമായി തന്നെ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ജാർഖണ്ഡിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് ഗുലാം അഹമ്മദ് മിറും സംസ്ഥാന അധ്യക്ഷൻ താക്കൂറും JAM എക്സിക്യൂട്ടീവ് പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറനുമായി കൂടിക്കാഴ്ച നടത്തി. 81 അംഗമുള്ള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടക്കും. JAM, കോൺഗ്രസ്, RJD എന്നിവയാണ് സംസ്ഥാനത്തെ ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷികൾ. JAM 43 സീറ്റുകളിലേക്കും കോൺഗ്രസ് 33 സീറ്റുകളും RJD 22 സീറ്റുകളുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു MLA മാത്രമുള്ള CPIMലും ഈ സഖ്യത്തിനൊപ്പമാണ്. എന്നാൽ CPIMലിനെ കൂടി ഉൾക്കൊള്ളുക എന്നത് സഖ്യകക്ഷികൾക്ക് മറ്റൊരു വെല്ലുവിളി തന്നെയാണ്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JAM 43 സീറ്റുകളിൽ മത്സരിച്ച് 30 സീറ്റുകളിലും കോൺഗ്രസ് 31 സീറ്റുകളിൽ മത്സരിച്ച് 16 സീറ്റുകളിലും RJD 7 സീറ്റുകളിൽ മത്സരിച്ച് 1 സീറ്റിലും വിജയിച്ചിരുന്നു. CPIML 15 സീറ്റിൽ മത്സരിച്ചപ്പോൾ ഒരെണ്ണം വിജയിച്ചു. അതേസമയം ഇത്തവണ തങ്ങൾ 33 സീറ്റിൽ മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ പറയുന്നത്. ഇതര പാർട്ടികളിൽ നിന്നുള്ള 2 MLAമാർ കോൺഗ്രസിൽ ചേർന്നതാണ് ഇതിന് കാരണമായി കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ BJPയിൽ നിന്ന് JP പട്ടേലും ജാർഖണ്ഡ് വികാസ് മോർച്ചയുടെ അതായത് പ്രജ് താന്ത്രിക്കിന്റെ പ്രദീപ് യാദവും അടുത്തിടെ കോൺഗ്രസിൽ ചേർന്നിരുന്നു. സീറ്റ് വിഭജനത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നും ഔപചാരികമായി ചർച്ചകൾ ആരംഭിക്കുമ്പോൾ സ്ഥാനാർത്ഥികളും അവരുടെ വിജയപ്രാപ്തിയും ഉൾപ്പെടെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യുമെന്നും താക്കൂർ പറഞ്ഞു. 81 സീറ്റുകളിലേക്കും ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ വ്യത്യസ്തമായ സീറ്റ് ലഭിച്ചാൽ ആ സീറ്റിലും മത്സരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സാഹചര്യമനുസരിച്ച് സീറ്റ് കൈമാറ്റം ഉണ്ടായേക്കും. സീറ്റ് വിഭജനം അടുത്ത മാസത്തോടെ പൂർത്തിയാകാനും സാധ്യതയുണ്ട്. അതിനിടെ ശനിയാഴ്ച മാർക്സിസ്റ്റ് കോർഡിനേഷൻ കമ്മിറ്റി അതായത് MCC CPIMലുമായി ഔദ്യോഗികമായി ലയിക്കും. ഇതോടുകൂടി ഇടതു പാർട്ടി കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും. പാർട്ടി പിന്തുണയുള്ള ധനവാഡ്, ബംഗോദർ, നിർസ, സിദ്രി, ജമുവ എന്നീ സീറ്റുകളിലാണ് CPIML ഉറ്റുനോക്കുന്നത്. നിലവിൽ CPIML MLA വിനോദ് കുമാർ സിംഗ് പ്രതിനിധീകരിച്ചിരിക്കുന്ന ബഗോദർ പാർട്ടിയുടെ കൈവശമാണ്. അതേസമയം സീറ്റ് വിഭജനം സംബന്ധിച്ച് ഹേമന്ത് സോറനും പാർട്ടി മേധാവി ഷിബു സോറനും ചേർന്ന അന്തിമ തീരുമാനമെടുക്കുമെന്ന് JAM കേന്ദ്ര കമ്മിറ്റി വക്താവ് മനോജ് പാണ്ഡെ പറയുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ സീറ്റുകളിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ ഇത്തവണ JAM മത്സരിക്കണമെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും 2024 സ്ഥിതി വ്യത്യസ്തമാണ് എന്ന് തന്നെയാണ് ജാർഖണ്ഡ് RJD പ്രസിഡന്റായ സഞ്ജയ് സിംഗ് യാദവ് പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ തങ്ങൾ ജയിച്ച 5 സീറ്റിൽ സഖ്യകക്ഷികൾക്ക് നൽകിയിരുന്നു. തങ്ങൾ ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യില്ല എന്നും മാണിക, ഭവനാപൂർ, ഗർവ, ജമുവ, ജർമുണ്ടി തുടങ്ങിയ സീറ്റുകൾ തങ്ങൾ സഖ്യകക്ഷികൾക്ക് നൽകിയെന്നും അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത്തവണ അതുകൊണ്ട് തന്നെ 22 സീറ്റുകളിൽ മത്സരിക്കാൻ RJD തയ്യാറാണെന്ന് RJD അധ്യക്ഷനായ ലാലു പ്രസാദ് യാദവിനെ താൻ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അന്തിമ തീരുമാനം അദ്ദേഹം എടുക്കുമെന്നും സഞ്ജയ് സിംഗ് യാദവ് പറയുന്നു.